കുഴൽക്കിണർ റീചാർജിംഗ് മികച്ച പദ്ധതിയായി സർക്കാർ വിലയിരുത്തുന്നതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. പദ്ധതിയുമായി സഹകരിക്കാൻ ഭൂഗർഭ വകുപ്പ് കൂടി കൈകോർക്കും. പദ്ധതി നടപ്പിലാക്കുന്നതിൽ സർക്കാർ തലത്തിൽ സബ്സിഡി അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മലയാളി ചിരി ക്ലബിന്റെയും റിവറ്റ് ഹൈഡ്രോ സിസ്റ്റത്തിന്റെയും നേതൃത്വത്തിൽ കുഴൽക്കിണർ റീചാർജിംഗിന്റെ ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പനയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ പരിസര പ്രദേശത്തെ ഭൂമിയിലും വെള്ളത്തിന്റെ അംശം കുറഞ്ഞു വരുന്നതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു പദ്ധതിയാണ് ഈ റീചാർജ്. അതിന് റിവറ്റ് ഇവിടെ സംസാരിച്ചല്ലോ, ചിരിയുടെ നേതൃത്വത്തിലുള്ള ഈ സംരംഭം അത് നല്ല രീതിയിലുള്ള സാങ്കേതിക സഹായം നൽകുന്ന തയ്യാറായിട്ടുണ്ട്. ഈ പദ്ധതി ഗവൺമെന്റും വലിയ തോതിലാണ് കാണുന്നത്. ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. കൃത്യമായി എനിക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പദ്ധതിയോട് സഹകരിക്കാൻ ഭൂജല വകുപ്പും കൂടി കൈകോർക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഗവൺമെന്റ് ഭാഗം ഒന്ന് കൂടിയാലോചിക്കേണ്ടതുണ്ടെങ്കിൽ പോലും ഈ പദ്ധതിക്ക് ഗവൺമെന്റിന്റെ കൂടി ഭാഗമായ സബ്സിഡി നൽകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണ്. അതിനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നതാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന്. ഓരോ കുടുംബത്തെയും കുടിവെള്ളക്ഷാമത്തിൽ നിന്നും സംരക്ഷിക്കുക, അവരെ മഴവെള്ളം ശേഖരിക്കുന്നതിൽ പ്രാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മലയാളി ചിരി ക്ലബിന്റെയും റിവറ്റ് ഹൈഡ്രോ സിസ്റ്റത്തിന്റെയും നേതൃത്വത്തിൽ കുഴൽക്കിണർ റീചാർജിംഗ് സംവിധാനം വിഭാവനം ചെയ്യുന്നത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ നിർവഹിച്ചു. ജില്ലയിൽ ഒരു വാർഡിൽ മുഴുവൻ കുഴൽക്കിണറുകളോ 50 കിണറുകളോ റിബേറ്റ് ഹൈഡ്രോ സിസ്റ്റവുമായി സഹകരിച്ചുകൊണ്ട് റീചാർജ് ചെയ്യുന്ന പഞ്ചായത്ത് അംഗത്തിന് 5000 രൂപയും പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ മുഴുവൻ കുഴൽക്കിണറുകളോ 300 കുഴൽക്കിണറുകളോ ആദ്യം റീചാർജ് ചെയ്യുന്ന ഒരു തദ്ദേശീയ സ്ഥാപനത്തിന് 1 ലക്ഷം രൂപയും പാരിതോഷികം നൽകും. കൂടാതെ ഒരു പഞ്ചായത്തിൽ അധികൃതർ തിരഞ്ഞെടുക്കുന്ന സ്കൂളിന് കിണർ റീചാർജിംഗ് യൂണിറ്റ് സൗജന്യമായി നൽകും. കട്ടപ്പന ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ അധ്യക്ഷത വഹിച്ചു. മലയാളി ചിരി ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, ക്ലബ്ബ് രക്ഷാധികാരി ജോർജി മാത്യു, സിബി കൊല്ലംകുടിയിൽ, നഗരസഭാ അധ്യക്ഷ ബീന ടോമി, ഇടുക്കി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാജീവ് ചന്ദ്രൻ, KT കുഞ്ഞ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ VR സജി, മനോജം തോമസ്, അശോകൻ ഇലവന്തിക്കൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.